அண்ணா எப்படி இருந்தது சாப்பாடு? ரிவ்யூ എങ്ങനെയുണ്ട്? ഹലോ നമസ്കാരം, Q4 ക്വാളിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അബുദാബിയിലെ മർഹാബാനി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത്. ഇവിടെ നല്ല അടിപൊളി മന്തി, മജ്ബൂസ്, ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം കിട്ടാനുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് വന്നത്. എല്ലാവരും ഉണ്ട്, സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നമ്മൾ എന്തായാലും ഉള്ളിലേക്ക് കയറാൻ പോകണം. സെറ്റപ്പ് ഒന്നും അറിയില്ല, ഒരു വെറൈറ്റി സെറ്റപ്പ് ആണെന്ന് നമ്മൾ ഫ്രണ്ട്സ് പറയുന്നത് കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഇവിടെ നമുക്ക് കാണാനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഇന്റീരിയർ മൊത്തം ഒരു ട്രഡീഷണൽ ടച്ചിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും ആ ഒരു പഴയ രീതിയിൽ, ആ ഒരു പഴമ പുതുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇന്റീരിയർ മൊത്തമായിട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരു മജ്ലിസ് സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ, ഇത് ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്, ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ ചെരുപ്പൊക്കെ അവിടെ അയച്ചു വെച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. ആദ്യമായിട്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ ചെരുപ്പ് അയച്ചിട്ട് കയറുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തതനുസരിച്ച് അവർ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സാലഡ്സ്, അതേപോലെ സോസ്, നല്ല ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ബാക്കിലൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നത് പഴയ കുറേ മെറ്റീരിയൽസ്, പഴയ എക്യുപ്മെൻറ്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ ഇരിക്കുമ്പോൾ ആ ഒരു ഫീല്, ആ ഒരു വൈബ് നമുക്കുണ്ടാവും. ഇതാണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ്. കാണുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 4 പേർക്ക് ഇത് കഴിച്ച് തീർക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ നമ്മൾ 4 പേരെ ഒന്നുകൂടെ കാണിക്കാം. ഇന്ന് നമ്മൾ അബുദാബിയിലെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മജ്ലിസ് സെറ്റപ്പിൽ ഭക്ഷണം കഴിക്കുന്നത്. നല്ല അടിപൊളി മന്തിയൊക്കെയാണ്. നമ്മൾ എന്തായാലും കഴിച്ച് നോക്കാം. കഴിച്ചിട്ട് ഞങ്ങൾ എന്തായാലും ഒപ്പീനിയൻ പറയാം. ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എന്തായാലും ഫുഡ് കണ്ടിട്ട് നല്ല സെറ്റാണ്. നമ്മളെന്തായാലും കഴിച്ചു നോക്കിയിട്ട് നമ്മുടെ ഒപ്പീനിയൻ പറയാം. ഇപ്പോൾ നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം, നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ഒരു സെറ്റപ്പിൽ ഭക്ഷണം കഴിക്കുന്നത്? ഇവിടെ അബുദാബിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളൊരു ഭക്ഷണത്തിന് വന്നത്. ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതൊരു ട്രഡീഷണൽ രീതിയിലുള്ള ഭക്ഷണമാണ്, ഇരുന്ന് കഴിക്കുന്ന രീതിയാണത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് പല വെറൈറ്റി ആയിട്ടുള്ള റൈസുകളാണ്. ഇത് മന്തിയല്ലേ, ഇത് ബുഹാരി, ഇത് മന്തി, അത് ഫഹം. അങ്ങനെ രീതിയിലുള്ള ഭക്ഷണ റൈസുകളാണത്. പിന്നെ നമുക്ക് സലാഡ് തന്നിരുന്നു. അതുപോലെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ ഇട്ടിട്ടുണ്ട്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ ഇത്രയും വെറൈറ്റീസ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അത് നമ്മളൊരു കോംബോ ആയിട്ട് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് ഒരു കോംബോ ആയിട്ടാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. റൈസ് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 3 വെറൈറ്റീസ് റൈസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം, കഴിച്ചിട്ട് ഒപ്പീനിയൻ പറയാം. ഇതുവഴിയൊക്കെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവിടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം എന്തായാലും നമ്മൾ നോക്കാം. ഇവിടെ നമ്മൾ ഫുഡ് മൊത്തം തീർത്തു കിട്ടുക. കണ്ടപ്പോൾ 4 പേര് കൂടിയിട്ട് തിന്ന് തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ടീം ഓക്കെ ആയിരുന്നു. ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഇതുപോലെ ടീമായിട്ട് വരണം. അണ്ണാ എപ്പടി ഇരുന്നത് സാപ്പാടെല്ലാം? അടിപൊളിയായിരുന്നു. ഇപ്പോൾ നമുക്ക് 3 ഐറ്റമാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ മുമ്പ് കാണിച്ച പോലെ മജ്ബൂസ്, മന്തി, അതേപോലെ ബുഹാരി എന്ന് പറഞ്ഞൊരു ഐറ്റം ആയിരുന്നു. ഇതിൽ ബുഹാരിയിലും മജ്ബൂസിലൊക്കെ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആയിരുന്നു. മറ്റേതിൽ കുറച്ച് നിങ്ങൾക്ക് അറിയാം ഗ്രിൽഡ് പോലത്തെ ഒരു കുറച്ച് ഡ്രൈ ആയിട്ടൊരു സാധനമായിരുന്നു. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. എന്താ കോപ്പി ആകെ തളർന്നു. എന്താണ് റിവ്യൂ? എങ്ങനെയുണ്ട്? എല്ലാം കഴിച്ചു, എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് മജ്ബൂസാണ്. അതുപോലെ സോഫ്റ്റ് ആയിരുന്നു. ചിക്കനിലേക്ക് സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് നന്നായി കഴിക്കാൻ പറ്റി. എന്തായാലും ഞങ്ങൾ വിചാരിച്ചില്ല ഇത് ഇത്രയും വലിയൊരു മലയെ ഞങ്ങൾ എക്സാക്ട്ലി സാധിച്ചെടുത്തു. എന്തായാലും നമ്മൾ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ കടേൻ്റെ പേര് നിങ്ങൾക്ക് കാണിച്ചില്ല. അതേപോലെ നിങ്ങൾക്ക് ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളൊരു ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഫുഡ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയല്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഫുഡ് സൂപ്പറായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.